താങ്കൾ പറഞ്ഞ റെയിൽവേ വികസനത്തിൻ്റെ കാര്യം, ഇവിടെ എനിക്കൊന്ന് ഷിജു ഖാൻ ഇപ്പോൾ റെയിൽവേ സ്റ്റേഷനിൽ പോയിട്ടില്ലേ? 500 കോടി രൂപയുടെ പ്രോജക്റ്റ് തിരുവനന്തപുരം റെയിൽവേ സ്റ്റേഷനിൽ, ഈ പറയുന്ന കൊച്ചുവേളി റെയിൽവേ സ്റ്റേഷനിൽ, നേമം റെയിൽവേ സ്റ്റേഷനിൽ സ്ഥലമേറ്റ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അതൊന്നും ഷിജു ഖാൻ കാണാതെ, ഹൈവേ കൂടെ പോകാതെ വിഴിഞ്ഞ പദ്ധതിയുടെ കാര്യം പറയുമ്പോൾ അത് ഇടതുപക്ഷ സർക്കാർ കൊണ്ടുവരുന്നത് പറഞ്ഞാൽ എന്ത് വൈരുദ്ധ്യമാണ്. ഞാൻ 3 പേരുടെയും പാർലമെൻ്ററി പെർഫോമൻസ് എടുത്തു. PRSൻ്റെ ഡേറ്റയാണ്, ഞാൻ ഒരിടത്തൊന്നും ഉണ്ടാക്കിയെടുത്തിട്ടുള്ള ക്യാപ്സ്യൂളല്ല. ഞാൻ അഭിമാനത്തോടെ പറയുകയാണ്. ചോദ്യങ്ങൾ: ശശി തരൂർ 601, ശ്രീ രാജീവ് ചന്ദ്രശേഖർ 404, പന്നിയൻ സഖാബ് 138, ഹാജർ നില ശശി തരൂർ 91%, ചന്ദ്രശേഖർ 84, പന്നിയൻ സഖാബ് 78. സ്വകാര്യ ബില്ലുകൾ ഞാൻ തല ഉയർത്തി പറയും. ശശി തരൂർ 30 സ്വകാര്യ ബില്ല് പറഞ്ഞപ്പോൾ എനിക്കിഷ്ടമുള്ള, നിങ്ങളുടെ നേതാവ് എനിക്കിഷ്ടമുള്ള പന്നിയൻ സഖാബ് ഒരൊറ്റ പ്രൈവറ്റ് ബില്ല് കൊണ്ടുവന്നിട്ടില്ല ഷിജു. അതോടൊപ്പം സംവാദങ്ങൾ 203 സംവാദങ്ങൾ. സെവാഗും സച്ചിനും 6 അടിക്കുന്ന പോലെ തരൂരിൻ്റെ സ്കോർ 203 ആകുമ്പം പന്നീർ സഖാവിൻ്റെ സ്കോർ 13 നോട്ട് ഔട്ടാണ്.